ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സേമിയ ആയിരുന്നു, അപ്പോൾ അത് ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ കിടക്കുകയാണെങ്കിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സേമിയ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള പാലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസാണ് കേട്ടോ പാലിൽ കിടക്കുന്നത്, ഇതിലേക്ക് ഇപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ചെറിയൊരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് പാൽ ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലൂടെയാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മൈദ പാലിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളിത് ഒക്കെ കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ അത് പോയിക്കോളും, പക്ഷേ കട്ടയില്ലാതെ ചേർക്കുകയാണെങ്കിൽ മൈദ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ പാലിലേക്ക് മൈദ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സേമിയ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, സേമിയ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലുള്ള ആ ഒരു കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള പാലൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ പാല് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാല് ചൂടാവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഇളക്കി കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പം മൈദ കട്ട കെട്ടാതെ നോക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ കുറേ ടൈം ഇട്ടതുകൊണ്ട് തന്നെ ആ തിളച്ച് വരുന്ന സമയത്തേക്ക് തന്നെ മൈദ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ സേമിയ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ചെറിയ ബൗളുകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ വലിയ സ്പൂൺ വീതം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സേമിയ 3 ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിലേക്ക് ഓരോന്നിലേക്കും ഓരോ ഫ്ലേവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നിലേക്ക് ഞാനിവിടെ ബദാം മിൽക്ക് മിക്സും, ഒന്നിലേക്ക് പിസ്ത ഇലാച്ചി മിക്സും, ഒന്നിലേക്ക് സ്ട്രോബെറി മിൽക്ക് മിക്സും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്തത് ആ ഒരു സേമിയയിൽ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വേവിക്കുന്ന സമയത്ത് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം. സേമിയയിൽ കളറൊക്കെ പിടിച്ച് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സ് ഇല്ലേ, അതും നല്ല പോലെ തണുത്ത് വരും. ആ സമയത്ത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. ഞാൻ 2 തരം മുന്തിരിയും കുറച്ച് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങളും, അതായത് വത്തക്കയും, പിന്നെ കുറച്ച് മാങ്ങ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് എടുക്കാം. ഇനി നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിത് 3 ഫ്ലേവറിലായിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ആദ്യം 3 ബൗളിൽ നമ്മൾ സേമിയ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലൊരു ബൗളിലുള്ളത് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ മണിക്കൂട്ടൻ അതിൻ്റെ കളറ് കണ്ടിട്ട് അവൻ തന്നെ ബൗളിലേക്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ട് തരികയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മിക്സ് ഇല്ലേ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള, അത് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇന്ന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഡ്രിങ്കിന് അത്ര നല്ലൊരു കളറ് കിട്ടൂല. ഇതാവുമ്പോൾ ഡ്രിങ്ക് കുറച്ചൊരു ആ ഒരു കളറിൻ്റെ തന്നെ കുറച്ച് ലൈറ്റ് കളറും പിന്നെ സേമിയ കുറച്ച് ഡാർക്ക് കളറും ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എല്ലാം കൂടെ ആകുമ്പോൾ ആ ഒരു ഡ്രിങ്ക് കാണുമ്പോൾ മൊത്തത്തിൽ ഒരുമാതിരി കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, 3 ഗ്ലാസ്സിൽ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്